الحمد لله الذي خلق الإنسان من صلصال كالفخار وخلق الجان من مارج من نار صلى الله على سيدنا محمد المصطفين الأخيار وعلى آله وصحبه الأبرار. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تنكحوا المشركات حتى يؤمن ولأمة مؤمنة خير من مشركة ولو أعجبتكم ولا تنكحوا المشركين حتى يؤمنوا ولعبد مؤمن خير من مشرك ولو أعجبكم أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة بإذنه ويبين آياته للناس لعلهم يتفكرون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. വിവാഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭർത്താവ് അഥവാ ആണിണ എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മനസ്സിലാക്കിയത് ആണിണ അഥവാ ഭർത്താവ് എന്ന് നാം പറയുന്ന പുരുഷന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും പുരുഷൻ തന്റെ സമ്പത്തിൽ നിന്നും ആ ഇണക്ക് നൽകുന്നത് കാരണമായും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിൽ തന്നെ പുരുഷന് ചില മേൽക്കോയ്മകൾ നൽകിയിരിക്കുന്നത് കാരണത്താലും പുരുഷന്മാരാണ് സ്ത്രീകളുടെ കൈകാര്യകർത്താക്കൾ എന്ന് അരിജാലു ഖവ്വാമൂന എന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതി നാം മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ വിവാഹ രംഗത്ത് വളരെ പ്രധാനമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ഘടകമാണ് പെണ്ണിണയുടെ രക്ഷാധികാരി എന്നത്. പരിശുദ്ധ ഖുർആനിലെ വിവാഹവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന എല്ലാ ആയത്തുകളുടെയും ഒരു പ്രത്യേകത, ആണുങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നേരിട്ടുള്ള കൽപ്പനയും സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ ആ കൽപ്പന സ്ത്രീകളുടെ രക്ഷാധികാരികളുടെ കൽപ്പനയുമായി നമുക്ക് കാണാൻ സാധിക്കും. ഫങ്കിഹൂ മാ താബ ലക്കും മിനൻ നിസാഇ എന്ന് തുടങ്ങുന്ന ആയത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുക എന്നാണ്. അവിടെ കൽപ്പന പുരുഷന്മാരോടാണ്. സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുക. അപ്പൊ വിവാഹം ചെയ്യാനുള്ള അവകാശം പുരുഷന് സ്വന്തമായി അള്ളാഹു നൽകുകയാണ്. മറ്റ് പല ആയത്തുകളും പരിശോധിച്ചാൽ ഏതാണ്ട് എല്ലാ ആയത്തുകളിലും വിവാഹവുമായി ബന്ധപ്പെട്ട് പുരുഷനോട് കൽപ്പന പറയുമ്പോൾ അള്ളാഹു തആല നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുക എന്നുള്ളതാണ്. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് നിങ്ങൾ അവരെ വിവാഹം ചെയ്തു കൊടുക്കുക എന്നാണ്. ഞാനിപ്പോ തുടക്കത്തിൽ ഓതിയ ഒരു ആയത്ത് തന്നെ നമുക്ക് പരിശോധിക്കാം. വലാ തൻകിഹു, നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കരുത് എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ തുൻകിഹു, നിങ്ങൾ വിവാഹം ചെയ്യരുത് എന്നും പറയുന്നു. വലാ തൻകിഹു എന്ന് അള്ളാഹു പറയുന്നു, നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കരുത്. വലാ തുൻകിഹു, നിങ്ങൾ വിവാഹം ചെയ്യരുത്. അപ്പോൾ വളരെ കൃത്യമാണ്. അതുപോലെ തന്നെ സൂറത്തു നൂറിൽ നമുക്ക് കാണാം, സൂറത്തു നിസായിൽ നമുക്ക് കാണാം, സൂറത്തുൽ ബഖറയിൽ ഒക്കെ നമുക്ക് കാണാം. വിവാഹവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ഒരു രക്ഷാധികാരിയുടെ ആവശ്യം ആ പെണ്ണിന് ഉണ്ട് എന്നുള്ളതാണ്. വർത്തമാനകാല സാഹചര്യത്തിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ആ ഒരു പുരുഷന് നൽകുന്ന, അതല്ലെങ്കിൽ പിതാവിന് അല്ലെങ്കിൽ രക്ഷാധികാരിക്ക് നൽകുന്ന
ആ അംഗീകാരത്തെ അംഗീകരിക്കുവാൻ മാനസികമായി തയ്യാറല്ലാത്ത യുവതികൾ വളർന്നു വരുന്നു എന്ന് വളരെ ഭീതിതമായി നാം കാണേണ്ടതുണ്ട്. ഒരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ മാതാപിതാക്കളും ഓരോ രക്ഷകർത്താക്കളും അവർ വിവാഹം ചെയ്ത് ഭാര്യാഭർത്തൃ ജീവിതം നടത്തി മക്കളെ പോറ്റി ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞു മനസ്സിലാക്കിയ ആളുകളായതുകൊണ്ട് തന്നെ അവരുടെ മക്കൾക്ക് എങ്ങനെയുള്ള ഭാര്യമാർ എങ്ങനെയുള്ള ഭർത്താക്കന്മാർ വേണമെന്ന് ആഗ്രഹിക്കാനും ആ ആഗ്രഹം നടപ്പിലാക്കാനും ഒക്കെ വല്ലാത്ത നിർബന്ധം ഉണ്ടാവും. പക്ഷെ പലപ്പോഴും നമ്മുടെ നിർബന്ധം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം അത് നിഷ്ഫലമായി പോകുന്നത് എവിടെയാണ്? നമുക്ക് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നിടത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കാതെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ പണയപ്പെടുത്തേണ്ടി വരികയാണ്. പിന്നെ മക്കളല്ലേ, അവരെ എങ്ങനെ നമുക്ക് വെറുപ്പിക്കാൻ പറ്റും? അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോവുകയാണ്. അതുകൊണ്ട് ഗൗരവമായി എൻ്റെ മുന്നിലിരിക്കുന്ന ആൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് പലരോടും ഇഷ്ടമുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളുടെ പെൺമക്കൾക്ക് പലരോടും ഇഷ്ടമുണ്ടാവാം. ആ ഇഷ്ടങ്ങളെക്കാൾ വലുത് നിങ്ങളുടെ മാതാപിതാക്കളുടെ തൃപ്തിയും അള്ളാഹുവിന്റെ തൃപ്തിയും അവരുടെ ഇഷ്ടവും അവരുടെ ആഗ്രഹവുമാണ് എന്ന ഒരു ബോധം ഉണ്ടാവണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അതിനപ്പുറത്തേക്കൊക്കെ പറഞ്ഞാല് ചുരുങ്ങിയത് അവരുടെ ആഗ്രഹം, അവരുടെ ഇഷ്ടം, അവരുടെ കണ്ണീര്, അവരുടെ വ്യഥ, അവരുടെ പ്രയാസം എങ്കിലും മക്കളെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണമെന്ന് ഇവിടെയുള്ള ആൺകുട്ടികളോടും ഇനി ഇവിടെയുള്ള പെൺകുട്ടികളുടെ രക്ഷകർത്താക്കളും പറയാണ്. അതില്ലെങ്കിൽ പലപ്പോഴും നാം വ്യസനത്തോടുകൂടി പ്രയാസത്തോടുകൂടി ജീവിക്കേണ്ടി വരും. അത്രയും അപകടം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ ആയത്ത് പറഞ്ഞു തരുന്നത്. അള്ളാഹു പറയുകയാണ്, നമുക്കൊരു സാംസ്കാരിക ബോധം അള്ളാഹു തരികയാണ്. ഇസ്ലാമിൻ്റെതായി നമുക്ക് പറയുമ്പോൾ മറ്റു മതങ്ങളിലും അതേ അർത്ഥത്തിൽ പോയിക്കൊള്ളട്ടെ. വിവാഹ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമിക സംസ്കാരത്തിൽ ജീവിക്കണമെങ്കിൽ എങ്ങനെയാണ് വിവാഹം ചെയ്യേണ്ടത്, എങ്ങനെയാണ് വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹു പറയാണ്. വലാ തൻകിഹുൽ മുശ്രിക്കാത്ത് ഹത്താ യുഅ്മിന വലാ തൻകിഹു, നിങ്ങൾ വിവാഹം ചെയ്യരുത് കേട്ടോ, നിങ്ങൾ വിവാഹം ചെയ്യരുത് കേട്ടോ. അൽ മുശ്രിക്കാത്തി, മുസ്ലിമീങ്ങളല്ലാത്ത മുശ്രിക്കുകളായ പെണ്ണുങ്ങളെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. ഹത്താ യുഅ്മിന, അവർ വിശ്വാസികളാകുന്നത് വരെ. എന്നിട്ട് അല്ലാഹു പറയാണ് വല അമത്തുൻ മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രിക്കത്തിൻ വലൗ അഅജബകും. ഓരോ പദവും നിങ്ങളൊന്ന് എഴുതി വെക്കുക. അള്ളാഹു പറഞ്ഞതാണ്. ഇന്ന് വളരെ യോജിച്ചു വരുന്ന ഒരായത്താണത്. വല അമത്തുൻ മുഅ്മിനത്തുൻ, വിശ്വാസിനിയായ ഒരു പെൺകുട്ടിയുണ്ടല്ലോ, അവള് ഖൈറും മിൻ മുശ്രിക്കത്തിൻ, അവിശ്വാസിയായ മുശ്രിക്കായ ഒരു പെൺകുട്ടിയേക്കാൾ ഉത്തമമാണ് കേട്ടോ. വലൗ അഅജബകും, ആ പെണ്ണുണ്ടല്ലോ, അതായത് നീ സ്നേഹിക്കുന്ന, നീ അഫയറായിട്ടുള്ള ആ മുശ്രിക്കായ അമുസ്ലിമായ പെണ്ണ് നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി, അവരുടെ സൗന്ദര്യം, അല്ലെങ്കിൽ അവരുടെ കലാവാസന, അല്ലെങ്കിൽ അവരുടെ കായിക സംവിധാനം, അതുമല്ലെങ്കിൽ അവരുടെ എന്തൊക്കെ നിനക്ക് അത്ഭുതമുണ്ടാക്കിയാലും ശരി, അവളെക്കാൾ ഉത്തമം ഈ മുഅ്മിനത്തായ പെണ്ണാണ് എന്ന് അള്ളാഹു ഓരോ ആളിനോടും പറഞ്ഞു തരികയാണ്. തുടർന്ന് അല്ലാഹു പറയാണ് വലാ തുൻകിഹു, നിങ്ങൾ വിവാഹം ചെയ്ത് കൊടുക്കരുത്. രക്ഷകർത്താക്കളോട് പറയാം, വലാ തുൻകിഹു, നിങ്ങൾ വിവാഹം ചെയ്ത് കൊടുക്കരുത്. അൽ മുശ്രിക്കാത്ത്, മുശ്രിക്കീങ്ങളായ ആണുങ്ങൾക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കരുത്. ഹത്താ യുഅ്മിനൂ, അവർ വിശ്വാസികളാകുന്നത് വരെ. വലൗ അഅജബകും, ആ ആൺകുട്ടിയുടെ, അതായത്
ആ മോള് പ്രേമിച്ചിരിക്കുന്ന, അഫയറായിരിക്കുന്ന, മോൾക്ക് സ്നേഹമുള്ള ആ ആണ് ആ മുശ്രിക്കായ അമുസ്ലിമായ വ്യക്തി, വലൗ അഅജബക്കും, അവർ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും ശരി. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു സ്നേഹം നടന്നു. അപ്പൊ ഉമ്മ വന്നിട്ട് പറയാ, നാട്ടുകാരോട് പറയാണ്, എന്താണെങ്കിലും വൈറാണെങ്കിലും, വൈറെന്ന് പറഞ്ഞാൽ വൈറ് മുസ്ലിം ആണെങ്കിലും കാണാൻ നല്ല ചന്തോണ്ട്, അതാണ് കാണാൻ നല്ല ചന്തോണ്ട്. അതാണ് അല്ലാഹു പറയുന്നത്, വലൗ അഅജബക്കും, കാണാൻ നല്ല ചന്തമുണ്ടെങ്കിലും ശരി, പഠിക്കാൻ തന്നെ കാണാൻ നല്ല ചന്തമുള്ളവനാണെങ്കിലും ശരി, പഠിക്കാൻ തന്നെ മിടുക്കനാണെങ്കിലും ശരി, പാട്ട് പാടാൻ നല്ല കഴിവുണ്ടെങ്കിലും ശരി, വലൗ അഅജബക്കും, അല്ലാഹു പറഞ്ഞു, എന്തൊക്കെ കാര്യത്തിൽ അത്ഭുതമുണ്ടെങ്കിലും ശരി, ഖൈറും മിൻ മുഅ്മിനിൻ ഖൈറും മിൻ മുശ്രിക്കിൻ, ഈ മുശ്രിക്കിനേക്കാൾ ഉത്തമം മുഅ്മിനായ അബ്ദാണ്, ഒരു യുവാവാണ് എന്ന് അള്ളാഹു പറഞ്ഞതാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനം പറയുന്നത്, ഉലൈക യദൂ ഇലന്നാർ, ആ പ്രേമത്തിലൂടെ, ആ അഫയറിലൂടെ ആണ് പെണ്ണിനെ അല്ലെ പെണ്ണാണിനെ ക്ഷണിക്കുന്നത് ഇലന്നാർ, നരകത്തിലേക്ക്. എന്ന് പറഞ്ഞാൽ ഇപ്പോ അങ്ങനെയാണ്. അല്ല, അപ്പൊ മതമോ? അത് ഞാൻ എന്റെ മതം അനുസരിച്ചിരിക്കും, ഓളുടെ മനസ്സനുസരിച്ചിരിക്കും, ഇങ്ങനെയാ പറയണം. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ഓള് കുരുതൊടുന്നുണ്ട്, എനിക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമില്ല എന്നാ പറയണം. അങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. മതം പ്രശ്നമല്ലെന്നാ പറയണത്. നരകത്തിലേക്കാണ് ക്ഷണിച്ചു കൊണ്ടുപോകുന്നത്. അള്ളാഹു വിളിക്കുന്നതോ, അള്ളാഹു വിളിക്കുന്നത് സ്വർഗത്തിലേക്കും മഗ്ഫിറത്തിലേക്കുമാണ്. നിങ്ങൾക്ക് അങ്ങനെ പറ്റിപ്പോയി. ബ്രേക്കപ്പ് ആവാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷേ ഒന്നാമതായി പറയാനുള്ളത്, രണ്ടാമതായും പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട യുവാക്കളോടും യുവതികളോടും, കല്യാണപ്രായമായ ആളുകളൊക്കെ പറയാവുന്നത്, നിങ്ങൾ അഫയറായി ഓൾക്കും അല്ലെങ്കിൽ ഓർക്കും ചില വാക്കുകൾ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മാതാപിതാക്കളെ അറിയിക്കാനുള്ള ഒരു കൊച്ചു ബുദ്ധിയെങ്കിലും നിങ്ങൾക്കുണ്ടാവണം. എനിക്ക് ഇന്നയാളെ ഇഷ്ടമാണ് എന്ന് തുറന്ന് മാതാപിതാക്കളോട് പറയാൻ, ചോദിക്കാൻ മാതാപിതാക്കളും തയ്യാറാവേണ്ടതുണ്ട്. പറ്റാത്തതിന് ആ സമയത്ത് തന്നെ, തുടക്കത്തിൽ തന്നെ അറിഞ്ഞ് തിരുത്താൻ നമുക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ സ്വർഗം ഉണ്ടാവില്ല, മഗ്ഫിറത്തും ഉണ്ടാവില്ല, നരകത്തിലേക്കായിരിക്കും പോകുന്നത്. പിന്നെ നമുക്ക് പറയാം, ഓള് പോയി ഓടെ കാര്യത്തില്, ഓളും കൂടി അങ്ങോട്ട് പോയി, നമുക്ക് നമ്മുടെ വീട്ടിൽ കയറ്റാൻ പറ്റൂല, അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിക്കാം. പക്ഷേ വളരെ ഗൗരവമായ ഒരു വിഷയമാണിത്. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ ആണിന് സ്വന്തമായി വിവാഹം ചെയ്യാൻ അള്ളാഹു അധികാരം നൽകുമ്പോൾ, അവകാശം നൽകുമ്പോൾ, പെണ്ണിന് ഒരു വലിയിന്റെ ആവശ്യമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വയുബയ്യിനു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. വയുബയ്യിനു ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു വെളിവാക്കി തരികയാണ്. ലിന്നാസി, ജനങ്ങൾക്ക്, ലഅല്ലഹും യതഫക്കറൂൻ, ചിന്തിക്കാൻ വേണ്ടി. നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ നമ്മളുടെ പരിധികളില്, നമ്മുടെ അറിവില് ഒരു വിഷയം നടന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിച്ചത്, ഇനി എങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്താണ് വഴി എന്ന് ചിന്തിച്ച് ആലോചിച്ച് നമ്മളുടെ മക്കളെ സുരക്ഷിതമാക്കാൻ അള്ളാഹു ദിക്ർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. തതഫക്കറൂൻ, ചിന്തിച്ച് മനസ്സിലാക്കാൻ. അതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഗൗരവം ഉണ്ടാവണം. ഓരോ വിഷയങ്ങളിലേക്കും കടന്നു വരുമ്പോൾ സമയം കൂടുതൽ വേണം. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വിവാഹ സന്ദർഭങ്ങളിൽ നിങ്ങൾ പരിഗണിക്കേണ്ടത് ദീനിനെയാണ് എന്നാണ്. സൗന്ദര്യം, തറവാടിത്വം, സമ്പത്ത്, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് വിവാഹം ചെയ്യപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാവാം. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിഗണിക്കേണ്ടത് ദീനാണ്.
ആ ദീൻ പരിഗണിച്ചിട്ടാണ് ബാക്കിയൊക്കെ പരിഗണിക്കേണ്ടതുള്ളൂ എന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസും ദീൻ പരിഗണിക്കണമെന്ന ഖുർആനും നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ആണുങ്ങൾ തനിക്ക് പറ്റിയ ഇണയെ അന്വേഷിക്കേണ്ടത്. പെൺമക്കൾക്ക് അവർക്ക് പറ്റിയ ഇണയെ രക്ഷകർത്താക്കൾ അന്വേഷിക്കേണ്ടത്. ആ ഒരു ഉത്തരവാദിത്വം ആണുങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഇന്നത്തെ വിഷയത്തിൽ നമുക്ക് ബോധ്യപ്പെടാനുള്ളത്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ.